നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് കുരുമുളകെല്ലാം വാർപ്പിൻ്റെ മുകളിൽ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടാനുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ട് ഏട്ടൻ്റെ കൂടെ മുകളിൽ കയറിയതാണ്. അപ്പോൾ ആടുന്ന് ഒന്ന് താഴോട്ടിലെ വ്യൂസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ വാർപ്പിൻ്റെ മുകളിൽ കുറച്ച് പണികളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ കാണാമല്ലോ നമുക്ക് കേട്ടോ. കുറച്ച് തേങ്ങ കൊത്തി വെച്ചതാണ് എണ്ണ ആട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇടാൻ നിരത്തണം വെയിലൊള്ളിക്കാൻ വേണ്ടിയിട്ട്. കുരുമുളക് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു താർപ്പായയിൽ ത്രായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒന്നിച്ച് തന്നെ തേങ്ങ ഉണക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അടക്ക പൊളിച്ചതുണ്ടായിരുന്നു അവിടെ കൂട്ടിയിട്ട്. അപ്പോൾ ഏട്ടനിപ്പോൾ അതിൻ്റെ പണിയിലുണ്ട്. അതിനൊന്ന് നിരത്തി എടുക്കുന്നുണ്ട്. ഞാനും കുറച്ചും നിരത്തിയെടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ പിടിക്കാൻ ആളില്ലല്ലോ, രണ്ടാളും പണിയെടുക്കുമ്പോൾ. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് ഏട്ടൻ പിന്നെ ബാക്കി പണികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് പിടിക്കാൻ വിചാരിച്ചു. നമുക്കിവിടെ അടക്കയൊന്നും ഉണക്കാൻ താഴെ ഭാഗത്ത് ഏടിയില്ലേ, കളത്തിൽ അങ്ങനെയൊന്നും വെയിൽ കൊള്ളുന്ന സ്ഥലമില്ല. അപ്പോൾ എല്ലാം വാർക്കയുടെ മുകളിലേക്ക് തന്നെ കയറ്റേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ അടക്കയെല്ലാം മുകളിലേക്ക് തന്നെ കയറ്റി ഇവിടെ തന്നെ ഉണക്കാനിടുന്നതാണ്. പിന്നെ ഇനി ഇതെല്ലാം ഉണങ്ങി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ആദ്യം ഇറക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കവുങ്ങും തെങ്ങിൻ്റെ എല്ലാം തണലായതുകൊണ്ട് താഴെ വശത്ത് ഏടിയും വെയിൽ കൊള്ളുന്നില്ല. അതാണ് എല്ലാം വാർക്കയുടെ മുകളിൽ തന്നെ കയറ്റേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ വന്നിട്ട് രാവിലെയാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 7 മണിയായിട്ടുണ്ടാവും. ആ സമയത്താണിത്. ചായ എല്ലാം ആവണത്രേ, കുളിക്കണത്രേ, പണികളെല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ വാർപ്പിൻ്റെ വെയിൽ വരുന്നതിന് മുമ്പിലേ ഇവിടെ കയറാൻ പറ്റും. നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനേ ആവില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളെല്ലാം വിളവെടുക്കാനായി. ഇനിയിപ്പോൾ മകരമാസമാകുമ്പോൾ മഞ്ഞളിൻ്റെ വിളവെടുക്കാമല്ലോ. അപ്പോൾ മണ്ണിലെല്ലാം വാടിക്കൊഴിഞ്ഞു. ഇത് നമ്മളെ വളപ്പിനടിക്കാൻ വേണ്ടിയില്ലേ വെള്ളം കൂട്ടി വെക്കുന്ന ടാങ്കാണ്. വളപ്പിലേക്ക് ആവശ്യമായ വെള്ളമെല്ലാം ഇതിലാണ് വെക്കൽ. വീട്ടാവശ്യത്തിനുള്ള ടാങ്ക് ഒന്നാടുണ്ട്. രണ്ടും വീട്ടാവശ്യത്തിനുള്ളത്. ഇത് നമ്മൾ വളപ്പിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളെ ഒരു വാഴക്കൊല മൂത്ത് വരുന്നുണ്ട്. കൊത്താനായി ആയിട്ടാ, നല്ല മൂത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങയുടെ ഒരു 2 ദിവസത്തെ വെയിൽ കൊണ്ടാൽ നമുക്ക് ഇതിൻ്റെ ചിരട്ട എടുക്കാൻ പറ്റും. ചിരട്ട എടുത്തതിന് ശേഷം കുറച്ചും കൂടി വെയിൽ ഒളിച്ചിട്ട് ആട്ടാൻ കൊണ്ടുപോകണം. നമുക്കിത് ഇനിയിപ്പോൾ അടുത്ത മാർച്ച് ഏപ്രിലാകുമ്പോൾ കുറച്ചും കൂടി തേങ്ങ കൊത്തും. അതൊന്നേരം വർഷകാലത്തേക്കില്ലേ എണ്ണയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പുറത്തെ ഭാഗത്തെ കുടിക്കില്ലേ ഏരിയയാണ്. എൻ്റെ പേരമരം കണ്ടില്ലേ, പേരമരേ ഇല്ലൂ. പേരമരത്തിൽ പേരക്കയെല്ലാം വാതിലും ഉണ്ടോ ഒന്നും കിട്ടുന്നില്ല. ഇത് 2 പേരമരവും ഉണ്ട്. 2 പേരമരത്തിലും പേരക്ക പിടിക്കുന്നു. പക്ഷെ അന്നേരം അത് വാതിൽ ഇതാക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാൻ പേടിയാവുന്നു. ഇപ്പോൾ പിന്നെ നിപ്പ അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കറിവേപ്പിലേരെ അതിൻ്റെ ഇടയിലേ കൂടി കാണുന്നുണ്ട്. അത് വാഴയുടെ ഇല മറിഞ്ഞിട്ട് കാണുന്നില്ല.